പഠിക്കാനേനും അധികം അമ്മ ഞങ്ങളോട് നിൽക്കല്. എനിക്ക് LSS കിട്ടുന്നതിന് മുന്നേ അമ്മ പറയും രാവിലെ എണീച്ച് പഠിക്കണം, പഠിച്ചാൽ അത് നേടണം, പഠിച്ച് നേടിയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് സന്തോഷമുണ്ടാകും. ഞാൻ എന്ന് അമ്മ പറയലും പഠിക്കണം പഠിച്ചാൽ നമ്മൾക്ക് കിട്ടും, അങ്ങനെ തന്നെ അമ്മ പറയല്. ഫുഡ് കഴിച്ചാൽ മാച്ചം പറഞ്ഞ പാത്രം കഴുകി വെക്കും. പിന്നെ ആൾക്കാരോടൊക്കെ നല്ല രീതിയിൽ സംസാരിക്കാനും ബഹുമാനിക്കാനൊക്കെ നമ്മൾ പഠിക്കും. സ്വന്തം കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ നടത്താനും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. മരിച്ചതിന് ശേഷം പലപ്പോഴും നമ്മൾ ആ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള സമയത്ത് ഒന്നും അറിയിക്കാതെയാണ് നമ്മൾ. കാരണം ഇവരെ വിഷമിപ്പിക്കാൻ പാടില്ല. ഇവർ എന്ത് ചെയ്യുന്ന സമയത്തും അമ്മയില്ലാത്ത മക്കളാണ്, അതുകൊണ്ട് അവരൊന്നും പറയണ്ട. ലിനിയുടെ വീട്ടുകാർക്കറിയാം ഞാനും ലിനിയും എങ്ങനെയായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ലിനി വന്ന സമയത്ത് എനിക്ക് മാക്സിമം കൊടുക്കും. എൻ്റെ കയ്യിലല്ല ലിനി ഉണ്ടായിരുന്നത്. എൻ്റെ അടുത്ത് നിന്ന് എടുത്തു കൊണ്ടുപോയതും ഞാൻ കാരണമല്ല. അപ്പം അങ്ങനെ ഒരു അസുഖം വന്നു, ലിനി പോയി. പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞില്ല, ആഗ്രഹിച്ചതും അല്ലെങ്കിൽ എൻ്റെ മക്കളും കൂടെയുള്ള ഒരു കുടുംബം വേണമെന്നുള്ളത്, ഈ രീതിയിൽ വേണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. അതനുസരിച്ച് തന്നെയാണ് പ്രതിഭയോട് ഞാൻ പറഞ്ഞത്, നമുക്ക് വേണ്ടത് ഇങ്ങനെ ഒരു ലൈഫാണ്, ആ ലൈഫായിട്ട് തന്നെ മുന്നോട്ട് പോകണം. അപ്പം അത് ആൾക്കാർ എന്ത് രീതി കാണുന്നുണ്ടോ എന്നല്ല എനിക്കറിയില്ല. നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. സഹീഷറിൻ്റെ അടുത്ത് എത്തുന്നവരെ ഞാൻ നന്നായിട്ട് ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടിയിട്ട് ഞാൻ സഹിച്ചൊക്കെ നിന്നിട്ടുണ്ട്. അപ്പോഴും ഞാൻ വിചാരിച്ചെന്താ, എൻ്റെ മോളെ ഞാൻ എവിടെയും നിർത്തിയിട്ടെങ്കിലും ഞാൻ ജോലിക്ക് പോകും. എന്ത് ജോലിക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ഞാൻ എല്ലാ ജോലിക്കും പോയിട്ടുണ്ട്. ഈ സഹിച്ചോളണം എന്ന് നമ്മളെ സമൂഹം കൂടിയും പറയുന്നതിനെ കൊണ്ടാ, പ്രത്യേകിച്ച് പെണ്ണുങ്ങളോട്. അതൊരു പക്ഷേ ആണുങ്ങളാണെങ്കിൽ അവർ ഇതില്ലെങ്കിൽ വേറൊന്നെന്ന് പറഞ്ഞിട്ട് വേറൊരു സൈഡായിട്ടെങ്കിലും പോയിട്ടുണ്ടാവും ലൈഫിൽ എൻജോയ് ചെയ്തിട്ട്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഞാൻ ഇപ്പം ലക്കി കേട്ടോ. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് മാരേജ് കഴിച്ചതിൽ എനിക്ക് തോന്നുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ തന്നെ വിചാരിക്കില്ല, എനിക്കൊന്നിൻ്റെ ഒരു കുറവറിയിക്കാണ്ടാണ് ഇപ്പം ഞാൻ ജീവിക്കുന്നത്. ഇങ്ങനെ സഹിക്കുക, അതിൽ നമുക്കൊരു പ്രോഫിറ്റും ഇല്ല, ഒന്നുമില്ല. അങ്ങനെയുള്ളവരെ എന്തിനും അങ്ങനെ സഹിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പറയും, നാട്ടുകാർ പറയും. പക്ഷെ ഇപ്പോൾ എൻ്റെ ഈ ഒരു ലൈഫിൽ ഞാൻ ഈ മക്കൾക്കൊക്കെ പറയുന്നത് നാട്ടുകാർ പലതും പറയും, നല്ലതും പറയും ചീത്ത പറയും. അതൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല, നമ്മൾ ലൈഫ് ഓക്കെ. ഹായ്, ഹലോ, നമസ്കാരം. സൈന സത് പ്ലസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജ്ന ജോസ് പ്രകാശ്. ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഒരുപാട് പേര് കാത്തിരുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. മലയാളി പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള യൂട്യൂബ് വ്ളോഗേഴ്സ് ആയിട്ടുള്ള പ്രതിഭ സജീഷ് വ്ളോഗ്സ് ആണ് ഇന്നെൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. നമസ്കാരം. എനിക്ക് നിങ്ങൾക്ക് വലിയൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. മലയാളികൾക്ക് ഓരോരുത്തർക്കും നിങ്ങളെ അറിയാം. പ്രത്യേകിച്ച് ഇപ്പം വ്ളോഗ്സിലൂടെ ഓരോ വീഡിയോയിലൂടെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയതിലൂടെ എന്തൊക്കെ മാറ്റങ്ങൾ ശരിക്കും ലൈഫിൽ വന്നു? ആദ്യം ചോദിക്കട്ടെ, സജീഷ് ചേട്ടാ തുടങ്ങിക്കോ. അല്ല, ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ആ സമയത്ത് ഞാൻ കൂടുതലായിട്ട് ഫേസ്ബുക്കിലായിരുന്നു നമ്മൾ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പലപ്പോഴും പല ആൾക്കാരും ഇങ്ങനെ ചോദിക്കും, എന്താണ് നമ്മുടെ എൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ മക്കളുടെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എല്ലാ കാര്യങ്ങളും ത്രൂ ഔട്ട് നമ്മൾ ആ ലൈഫ് ഒന്ന് ഇത് ലൈവായിട്ട് തന്നെ കാണിക്കാന്നുള്ള രീതിയിലായിരുന്നു തുടക്കത്തിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ചെറിയ ചെറിയ ഞങ്ങളുടെ വീട്ടിലുള്ള കുറച്ച് സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തിങ്ങനെ അറിയിക്കാം എന്നുള്ള രീതിയിലായിരുന്നു തുടങ്ങിയത്. പക്ഷെ പിന്നീട് ഞങ്ങൾക്കതൊരു ഭയങ്കര, ഞങ്ങളെ ഫാമിലിയിൽ അതൊരു വലിയൊരു അവിഭാജ്യ ഘടകമായി. കാരണം എന്താ പറഞ്ഞാൽ, നമ്മൾ ഈ പോകുന്ന നമ്മളെ ലൈഫ് പല ആൾക്കാർക്കും പല രീതിയിൽ അത് പ്രചോദനമാകുന്നുണ്ട് എന്നുള്ളത് തോന്നിയൊരു കാര്യമാണ്. കാരണം രണ്ട് ലൈഫ് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഈവൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഇപ്പോൾ ഞങ്ങൾ 3 പേരുടെ ലൈഫിലേക്ക് അമ്മയായിട്ട് പ്രതിഭ വന്ന സമയത്തും ഇവർക്കൊരു ചേച്ചിയായി വന്ന സമയത്തും എനിക്കൊരു മകളായി വന്ന ഒരു സമയമുണ്ട്. അപ്പോൾ അത്
അത് ഞങ്ങൾക്ക് എന്താ പറയുക, അത് ഒത്തൊപ്പിച്ച് കൊണ്ടുവരാൻ വലിയധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആ സ്ട്രഗിള് ഒരു സ്ട്രഗിള് കുറയ്ക്കാൻ കൂടി വേണ്ടിയാണ് ഞങ്ങൾ ഇത് ഒരു യൂട്യൂബ് എന്നുള്ള രീതിയിലല്ല, നമ്മുടെ ലൈഫ് ഒരു നല്ല രീതിയിൽ ഹാപ്പി ആയിരിക്കണം, ഏതൊരു മൂമെൻ്റ് ഉണ്ടെങ്കിലും അത് ഹാപ്പി ആയിട്ട് തന്നെ കൊണ്ടുപോകണം എന്നുള്ള രീതിയുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങളത് പകർത്തുമായിരുന്നു, എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു തുടക്കം, യൂട്യൂബിലേക്ക് തുടങ്ങാനുള്ളൊരു കാരണം അതായിരുന്നു. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂട്യൂബിലേക്ക് വരാൻ വേണ്ടി ശരിക്കും പ്രതിഭയുടെ ഫാമിലിയാണ് ശരിക്കും ഇങ്ങനെ ഒരു യൂട്യൂബ് എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ട് തുടങ്ങിക്കൂടാന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുള്ളത്. അത് കൂടുതലായിട്ട് അറിയുന്ന പ്രതിഭ തന്നെയാണ് അതിൻ്റെ. കാരണം ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് എനിക്ക് തോന്നുന്നു, ഞാനും ഈ ക്യാമറയിൽ അല്ലെങ്കിൽ യൂട്യൂബ് എന്നുള്ള ഒരു വീഡിയോ പ്രൊഫൈലിലേക്ക് വരാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. എനിക്ക് പൊതുവേ ഞാൻ സംസാരം വളരെ കുറവാണ്. അപ്പം പ്രതിഭയാണെങ്കിൽ നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യാനും നല്ല രീതിയിൽ സംസാരിക്കാനും ഒക്കെ പറ്റുന്ന ഒരാളായതുകൊണ്ട് അത് മുന്നോട്ട് പോകുന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് വന്നത് പ്രതിഭയാണ്. അപ്പോൾ അത് പ്രതിഭയിൽ കൂടി തന്നെയാണ് ഇത് മുന്നോട്ട് പോകാൻ ഉള്ളൊരു ഇതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രതിഭ സജീഷ് വ്ളോഗ്സ് തന്നെ ഇടാനുള്ള കാരണം. ഇപ്പം ഇത്രയും കുട്ടികളായാലും വീഡിയോസ് തുടങ്ങിയതിന് ശേഷമാണ് ഒരുപാട് ആക്റ്റീവായി. ഇപ്പം നമ്മൾ നോക്കുമ്പോഴും പണ്ടത്തെ പോലെയല്ല, നന്നായിട്ട് സംസാരിക്കുന്നു, ആക്റ്റീവായി. സോ ഹസ്ബൻഡിൻ്റെയും കുട്ടികളുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു ശരിക്കും വ്ളോഗിങ് തുടങ്ങുന്ന സമയത്ത്? നല്ല സപ്പോർട്ടായിരുന്നു. ഞാനും വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവർ പൊതുവേ രണ്ടുപേരും നമുക്ക്, ഞാൻ വരുന്നതിന് മുന്നേ നമ്മൾ വീഡിയോസൊക്കെ കാണുമ്പോൾ ഭയങ്കര സൈലൻ്റാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു പിന്നെ വീഡിയോസൊക്കെ തുടങ്ങിയ സമയത്ത് ഇവർ നല്ല ആക്റ്റീവായി. പിന്നെ മോളുണ്ടായിരുന്നല്ലോ, അപ്പോൾ മോളുണ്ടായ സമയത്ത് മോള് നല്ലോണം സംസാരിക്കും, എന്നെ പോലെ തന്നെയാണ്, നല്ലോണം സംസാരിക്കും, എന്നെക്കാളും സംസാരിക്കുന്നു പറയാം. അപ്പോൾ ഇവർ മൂന്നാളും കൂടെ ചേർന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കുഞ്ഞൊന്നും ശരിക്കും ഒന്നും സംസാരിക്കില്ലായിരുന്നു. സ്റ്റാർട്ടിങ്ങിലൊക്കെ കല്യാണം ഉറപ്പിച്ച സമയത്തൊക്കെ ഞാൻ വിളിക്കുമ്പോൾ ജസ്റ്റ് ഒന്നോ രണ്ടോ വാക്ക് പറയും. പിന്നെ മുഖം ഇപ്പോൾ ഒരു മുഖം ഇപ്പോൾ ഒരു ഇതായിരിക്കും, വിഷമമുള്ള പോലെ ഒരു ഇതായിരിക്കും. പക്ഷേ അതിന് ശേഷം എനിക്ക് തോന്നുന്നു ഞാൻ വന്ന് പിന്നെ മോളും നല്ലോണം സംസാരിക്കും. ഇവർ കൂടിയപ്പോൾ പിന്നെ ഇവർ രണ്ടാളും നല്ല ഇതായി. എന്നാലും ഇപ്പോഴും നമ്മളൊന്നിങ്ങനെ ഒന്ന് പുഷ് ചെയ്താലാണ്, മൈൻഡിലൊന്നും ഇല്ല, മൈൻഡിൽ ഓൾക്ക് എന്താ പറയേണ്ടത് ആ ഒരു ഇതാണ് ഇപ്പോഴും. കാരണം ഓരോ ലൈഫിൽ ഓല അങ്ങനെയാണല്ലോ, വന്ന ഒരു ലൈഫിൽ എല്ലാവരുടെയും ഒരു സൈലന്റ് ആണ്. ഇപ്പം പല സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഇങ്ങനെ പല സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഇവർക്ക് ഇവരെന്താന്ന് അറിയുന്നില്ല. അപ്പൊ ആ ഒരു സൈലന്റ് ആ മൈൻഡിൽ നമ്മൾ ചെറിയ സമയത്ത് ഉണ്ടാകുന്ന അത് തന്നെ, അവർക്ക് എന്താ പറയണ്ടേ, കുറെ ആൾക്കാരെ കാണുന്നത് അത്രയും ചെറുതാണല്ലോ, എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി, നല്ല സ്മാർട്ടായി. രണ്ടുപേരും മാറിയില്ലേ? സ്കൂളിലായാലും ഫ്രണ്ട്സ് ഒക്കെ പറയോ വീഡിയോ ഒക്കെ കണ്ടിട്ട്? ഇപ്പൊ ഞാൻ പുതിയ സ്കൂളിലൊക്കെ വന്നപ്പോ ഒരു കുറച്ച് ലേറ്റ് ആയിട്ടാണ് അറിഞ്ഞത് ഞാൻ യൂട്യൂബിലുള്ള കാര്യം. കൊറേ ഇങ്ങനെ എന്തൊക്കെയോ പറയും യൂട്യൂബിനെ പറ്റി, വീഡിയോയിൽ കാണലുണ്ട്. എന്താ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കണ്ടന്റ് ഒക്കെ നാച്ചുറലായിട്ട് വരുന്നതാണോ അതോ ക്രിയേറ്റ് ചെയ്യുന്നതാണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ എന്ത് പറയും? ഞങ്ങള് ശരിക്കും ചെയ്യുന്ന തന്നെയാണ്. അപ്പൊ അത് തന്നെ പറയും. ഓക്കെ. ഇവിടെയോ? ഇവിടെ അങ്ങനെ തന്നെ. ഇപ്പൊ അധികം ആൾക്കാരൊന്നും യൂട്യൂബിൽ അറിയില്ല. ഇപ്പൊ കുറച്ചാൾക്കാർക്ക് എല്ലാവരെയും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും ചോദിക്കല് എനിക്ക് ഈ യൂട്യൂബ് ചാനലില്ല, എനിക്ക് യൂട്യൂബ് ചാനലിൻ്റെ ഇല്ലെന്ന് ചോദിക്കല് മാത്രമാണ്. ആണോ? ഇപ്പൊ രണ്ടുപേരും മിടുക്കരായിട്ട് സംസാരിക്കുന്നു. ഇപ്പൊ ഞാൻ വിചാരിക്കായിരുന്നു, ഇപ്പം പ്രതിഭ ചേച്ചി ഇവരുടെ കുടുംബത്തിലേക്ക് വരുന്ന സമയത്ത് കുട്ടികളെ എങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്തതെന്നും നിങ്ങൾ അതിൽ എങ്ങനെയാണ് കണക്റ്റഡ് ആയതെന്ന് അറിയാനൊരു ആഗ്രഹമുണ്ട്. അത് കുറച്ച് സമയം എടുത്തിട്ടാണ് പ്രോസസ്സിങ് സംഭവിക്കുക. എങ്കിലും എങ്ങനെയായിരുന്നു ആദ്യമായിട്ട് കുട്ടികളെയും ചേട്ടനെയും കണ്ടപ്പോൾ ഉള്ളൊരു മൊമെന്റ്? ഞാൻ മക്കളെ എനിക്ക് തോന്നുന്നു ഞാൻ മാരേജ് കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഒരു വർഷത്തോളം ഉണ്ടായിരുന്നു, ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവർ ഡെയിലി കൊയിലാണ്ടി, ഇവിടെ എൻ്റെ നാടാണ് ഇവിടെ കൊയിലാണ്ടി, അപ്പോൾ ഇവിടേക്ക് വന്ന് നമ്മൾ പുറത്തൊക്കെ പോകലുണ്ടായിരുന്നു. പിന്നെ എന്താ സ്ഥിരം വിളിക്കും വീഡിയോ കോളായാലും അല്ലാണ്ടും എല്ലാം അങ്ങോട്ടും സംസാരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് ഒരാളെ കണ്ട ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. ഇപ്പം കുഞ്ഞൂനാ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഓർമ്മയുണ്ടാവുക, കാരണം അവനാണല്ലോ കുറച്ചുകൂടെ വലുത്. അപ്പം ആദ്യമായിട്ട് നമ്മൾ കണ്ടുകിടുന്നതിന് കുഞ്ഞു പറഞ്ഞു പിഷാരി അമ്പലത്തില്. അപ്പൊ കല്യാണം ഉറപ്പിക്കുന്നതിന് മുന്നേ ഞാനും അച്ഛനും കൂടി അവിടെ പോയപ്പോ അമ്മേന്റെ അവിടെ കണ്ടു. എന്നിട്ട് അപ്പൊ ഇതൊന്നുമില്ല. അപ്പൊ അത് മനസ്സിലായില്ലേനും, അമ്മയൊന്നും മനസ്സിലാക്കില്ലേനും. പിന്നെയല്ലേ കല്യാണം ഉറപ്പിച്ചത്. പിന്നെ സ്ഥിരം വിളിക്കലും കാണലൊക്കെ ഉണ്ട്.
കാണാണ്ടായിരുന്നു. പക്ഷെ ആദ്യം എനിക്കൊരു പേടിയുണ്ടായിരുന്നു, കാരണം ഇവരെ എങ്ങനെയാണ് ഇതിപ്പോൾ സൈഷറിനെ ലിനി സിസ്റ്ററെ മാത്രമല്ല, ഞാൻ ഓൾറെഡി എല്ലാ ഇൻ്റർവ്യൂവിലും പറയുന്ന പോലെ തന്നെ ഇതിൽ ഇപ്പം ഇവരിപ്പം എന്തെങ്കിലും ഒരു ഇതുണ്ടായി കഴിഞ്ഞാൽ ഇവർ മൊത്തം കേരളത്തിൻ്റെ മക്കളാന്നുള്ളൊരു രീതിയിലാണ്. അതെ, അപ്പോൾ ഇവരെ നമ്മൾ എടുക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ എങ്ങനെ നിൽക്കുന്നു, ഞാൻ എങ്ങനെ നോക്കുന്നു എന്നുള്ളത് എല്ലാ ടൈമിലും ഈ ടൈമിലടക്കം നമ്മളെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പോസിറ്റീവിനേക്കാളും കൂടുതൽ നെഗറ്റീവാണ് വരാറൊക്കെ ഉണ്ട്. അതൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ എല്ലാവരും കാണലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ ഉണ്ടായിരുന്നു, കാരണം ഇത് മുന്നോട്ട് എനിക്ക് എങ്ങനെയാണ് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം ലൈഫ് നോർമൽ ഒരു ഫാമിലി അല്ല. പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങൾ 5 പേരും 5 ഭാഗത്തുനിന്ന് വന്ന ആൾക്കാരാണ്. ഇപ്പം മോളായാലും ഓരോരുത്തർ അച്ഛനും അമ്മയും വേറെ, ഇവരച്ഛനും അമ്മയും വേറെ, അങ്ങനെ എല്ലാവരും കൂടി ഒരു ഫാമിലിയായി നിൽക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് തന്നെയാണ് ഇപ്പോഴും ആണ്. പക്ഷേ അത് നമ്മൾ റിസ്ക്കാന്ന് ആലോചിച്ചാൽ അത് റിസ്ക് തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ വന്ന സമയത്ത് ഞാനായി തന്നെ രീതിയിൽ തന്നെയാണ് പെരുമാറി. എനിക്ക് പ്രത്യേകമായിട്ട് ഇവരെ അടുത്തൊരു കെയർ കൊടുക്കണം, അല്ലെങ്കിൽ ഇവരെ ഇങ്ങനെ ഇതാക്കി നിർത്തണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും തോന്നിയില്ല. ഞാൻ ദേവു ഓൾക്ക് തന്നെ അറിയാം, ദേവു എങ്ങനെയാണ്, മോളെങ്ങനെയാണ്, അപ്പം അതുപോലെ തന്നെ ഇവരും. അതുകൊണ്ട് തന്നെയാന്ന് തോന്നുന്നു നാച്ചുറലായിട്ട് ഞങ്ങൾ ഒരുമിച്ചായി. ഒന്നിനും ഞങ്ങൾക്കൊരു ആർട്ടിഫിഷ്യലായിട്ട് ഓരെന്നോട് അധികം സ്നേഹം കാണിക്കണം, അല്ലെങ്കിൽ ഓരെന്നോട് അധികം ബഹുമാനം കാണിക്കണം, അതുപോലെ ഞാൻ ഓവറായിട്ട് കെയർ ചെയ്യണം. ഓരോ നല്ലതും ചീത്തയും ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട്. ഈ നല്ലത് പറഞ്ഞ മാത്രം കാരണം ഞാൻ നല്ലൊരു അമ്മയാക്കി ഇങ്ങനെ വെക്കണം, അതിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം ഒരു അമ്മ എന്ന് വെച്ചാൽ നല്ലതും ചീത്തയൊക്കെ പറയണമല്ലോ. അപ്പം ഞാൻ അതുപോലെ തന്നെ. പക്ഷെ അതെന്തോ അങ്ങനെ തന്നെ ഇവർ ആക്സെപ്റ്റ് ചെയ്തു. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. എൻ്റെ ചീത്തയും ഒന്നും ഒരിക്കലും ഒരു രണ്ടാം അമ്മേൻ്റെ ഒരു പീഡനം അങ്ങനെയാണല്ലോ ഇപ്പം കഥകളിലൊക്കെ. ആ ഒരു ഇതായിട്ട് അവർക്ക് തോന്നിയിട്ടില്ല. ഒരത് അമ്മ ചീത്ത പറയുന്നത്, പിന്നെ അമ്മ ചീത്ത പറഞ്ഞാലും അമ്മ തന്നെ വിളിക്കും, അമ്മ തന്നെ ഇതാക്കും എന്നുള്ളത് അവർക്കറിയാം. ഞാനിപ്പോൾ എന്ത് സാധനം എടുക്കണ്ടെന്ന് പറഞ്ഞാലും പിന്നെ പോകുന്നതിന് മുന്നേ ഞാൻ തന്നെ കൊടുക്കും. അപ്പം അമ്മമാരെങ്ങനെയാണോ സെയിം ഞാനങ്ങനെ തന്നെ. ഒരിക്കലും ഒന്നും അഭിനയിക്കേണ്ടിയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞാനായി നിന്നപ്പോൾ റെഡിയായി. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഇപ്പം രണ്ടാമത് കല്യാണം കഴിക്കുന്ന ആൺകുട്ടികളെക്കാളും പുരുഷന്മാരെക്കാളും സ്ത്രീകൾക്കായിരിക്കും കൂടുതൽ ചുറ്റുപാടിൽ നിന്നുള്ള എതിർപ്പുകളും മോശമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കേണ്ടി വരികയെന്ന് തോന്നിയിട്ടുണ്ടോ സ്ത്രീകൾക്കായിരിക്കും? അതെ, കംപ്ലീറ്റ് സ്ത്രീകൾക്ക് തന്നെയായിരിക്കും എനിക്ക് തോന്നിയത്. ഉണ്ടാവുമായിരിക്കാം, എല്ലാം ആണുങ്ങൾക്ക് ഉണ്ടാവുമായിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു പെണ്ണുങ്ങളിങ്ങനെ ഞാനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 10-15 കൊല്ലത്തിൻ്റെ അടുത്തോളം ശരിക്കും കഷ്ടപ്പെട്ട് തന്നെ ജീവിച്ചിട്ടുണ്ട്. അതിൽ കുറേയൊക്കെ മക്കളാണല്ലോ നമ്മുടെ മുന്നിൽ, മോളാണ്. അപ്പം ഒക്കെ വേണ്ടി എന്നുള്ളൊരു ചിന്ത ഇങ്ങനെ വരും. കാരണം അത് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സഹിച്ചോളണം എന്ന് നമ്മളെ സമൂഹം കൂടിയും പറയുന്നതിനെ കൊണ്ടാണ്, പ്രത്യേകിച്ച് പെണ്ണുങ്ങളോട്. അതൊരു പക്ഷേ ആണുങ്ങളാണെങ്കിൽ അവർ ഇതില്ലെങ്കിൽ വേറൊന്നെന്ന് പറഞ്ഞിട്ട് വേറൊരു സൈഡായിട്ടെങ്കിലും പോയിട്ടുണ്ടാവും ലൈഫിൽ എൻജോയ് ചെയ്തിട്ട്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. നമ്മളെ പെണ്ണുങ്ങളെ അങ്ങനെ അങ്ങ് പറഞ്ഞു നിർത്തും. പിന്നെ ഇനി രണ്ടാമതൊരു കല്യാണം, ഡിവോഴ്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര സംഭവമുള്ള സമയത്താണ് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞത്. പിന്നെ എനിക്ക് തോന്നുന്നു മോളൊക്കെ കുറച്ച് വലുതായി, എന്തിനാ ഇങ്ങനെ സഹിക്കുന്നേ എന്നുള്ളൊരു ചോദ്യം മൈൻഡിൽ വന്നതിന് ശേഷമാണ് നമ്മൾ എതിർക്കാനും നമുക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു ഇതൊക്കെ വന്നതിന് ശേഷമാണ് ഞാനൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു കെട്ടുന്ന് പുറത്തോട്ട് ചാടിയത്. അപ്പോൾ ഒരുപാട് എതിർപ്പ്. ഇത്ര കാലം നിന്നില്ലേ, അതായി അടുത്ത ക്വസ്റ്റ്യൻ. ഇത്ര കാലം നിന്നില്ലേ, ഇനി ബാക്കിയുള്ള ലൈഫ് കൂടി അങ്ങനെ അങ്ങ് ജീവിച്ചാൽ പോരെ, അങ്ങനെ ചോദിച്ചാൽ എൻ്റെ സ്വന്തം ആൾക്കാരുണ്ട്, എൻ്റെ ബന്ധുക്കൾ സുഹൃത്തുക്കളുണ്ട്, അതേപോലെ തന്നെ നാട്ടുകാരൊക്കെ ഉണ്ട്. പക്ഷെ അപ്പം ഞാൻ വിചാരിക്കും ഇത്ര കാലം അത്ര പോയില്ലേ, ഇനിയെങ്കിലും എനിക്ക് നല്ലോണം ജീവിച്ചൂടെ, അതായത് ശരിക്കും വരേണ്ട ഒരു ക്വസ്റ്റ്യൻ. എനിക്ക് സമൂഹത്തോടെ പറയാനുള്ളത് ഓരോ ഡേ അത്രയും വാല്യുബിളാണ്. കാരണം നമ്മളിപ്പോൾ പെട്ടെന്ന് മരിച്ചു എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തിനാ ഇങ്ങനെ സഹിച്ച് മരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നീ അത്രയും കാലം സഹിച്ചുകൊണ്ട് ഇനി അങ്ങ് സഹിച്ചുകൂടെ എന്ന് എനിക്ക് വന്നതാണ്. എനിക്ക് തോന്നുന്നു സജീഷറിന് അത്ര എതിർപ്പ് വന്നിട്ടുണ്ടാവില്ല. ഞാൻ അത്രയും എതിർപ്പ് സഹിച്ചിട്ടുണ്ട്, ഈ കല്യാണം തന്നെ എതിർപ്പ് സഹിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും എന്താ പറയുക, ഇനിയെങ്കിലുള്ള പെൺകുട്ടികൾ സഹിക്കേണ്ട കാര്യമില്ല, ഒരിക്കലും സഹിക്കേണ്ട കാര്യമില്ല. കാരണം എന്തിനാ വെറുതെ. അപ്പം എന്തായാലും ഈ ഭാഗത്തുള്ളവർ കൂടി ആ ചിന്ത ഉണ്ടെങ്കിൽ ഓക്കെ, നമ്മള് അതിന് കല്യാണം കഴിച്ച ആ കൂടെയുള്ള പാർട്ട്ണർ കൂടി ആ ചിന്ത ഉണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ അവർക്കതില്ല. അവര് നമ്മളെയും കൊണ്ട് ആ ലൈഫ് ഓക്കെ ആയി എൻജോയ് ചെയ്ത് നടക്കുക. നമ്മളിങ്ങനെ സഹിച്ച് മക്കളെയും പോയിട്ട് ഈ വീട് എന്താക്കും, ലോൺ അടയ്ക്കണ്ടേ, അതടയ്ക്കണ്ടേ, ഇങ്ങനെ സഹിക്കുക. അതിൽ നമുക്കൊരു പ്രോഫിറ്റും ഇല്ല, ഒന്നുമില്ല. അങ്ങനെയുള്ളതിന് എന്തിനാ അങ്ങനെ സഹിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പറയും, നാട്ടുകാർ പറയും. പക്ഷെ ഇപ്പം എൻ്റെ ഈ ഒരു ലൈഫിൽ ഞാൻ ഈ മക്കൾക്കൊക്കെ പറയുന്നത് നാട്ടുകാർ പലതും പറയും, നല്ലതും പറയും ചീത്ത പറയും. അതൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ലൈഫ് ഓക്കെ ആയിട്ട് പോവുക. നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും പറയും. അതിൽ എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാരെ കാര്യങ്ങൾ നമ്മൾ ഇൻവോൾവ് ആയി നിൽക്കുക, ഓരെന്തും പറയട്ടെ. അങ്ങനെയുള്ളൊരിതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇപ്പോൾ സജീറിനൊക്കെ അറിയാം. അത് ഞാനിപ്പോൾ ഡ്രസ്സ് ചെയ്യുന്നതിലായാലും
എൻ്റെ ഇഷ്ടങ്ങൾ ഒക്കെ തന്നെ ഇതൊക്കെ ഞാൻ അടക്കി വെച്ച ഒരാളാണ്. ആൾക്കാർ പേടിച്ചിട്ട് ഒരുപാട് കാലം അങ്ങനെയൊക്കെ ജീവിച്ച. പക്ഷെ ഇത്രയും ഇഷ്ടങ്ങൾ ഇത്രയും ഇപ്പോൾ ഉള്ളിലുണ്ടായിരുന്നു എന്നൊക്കെ എനിക്ക് ഇപ്പോഴാണ് ശരിക്കും പറയാന്നെങ്കിൽ ഞാൻ ഇപ്പം ലക്കി കേട്ടോ. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് മാരേജ് കഴിച്ചതിൽ എനിക്ക് തോന്നുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ തന്നെ വിചാരിക്കുന്നുണ്ട് എനിക്കൊന്നിൻ്റെ ഒരു കുറവറിയിക്കാണ്ടാണ് ഇപ്പം ഞാൻ ജീവിക്കുന്നത്. ഡ്രസ്സായിക്കോട്ടെ, എൻ്റെ ഇഷ്ടത്തിലുള്ള നടത്തുക, എന്ത് വേണേലും ചെയ്യാം എനിക്ക്. അപ്പം ഇപ്പം ഞാൻ ഇത്രയും ആഗ്രഹങ്ങൾ ഞാൻ മനസ്സിൽ ഒതുക്കിയിട്ടായിരുന്നല്ലോ എന്ന് ഇപ്പം ഞാൻ ചിന്തിക്കും. കുറച്ച് നേരത്തെ ആവായിരുന്നു നമ്മൾ പല സമയത്ത് എതിർക്കാതെ നിന്ന് ഒരുപാട് ടൈമുണ്ട്. എത്രയും കഷ്ടപ്പെട്ട് സഹിച്ച് വീട്ടിലുള്ള അമ്മ എല്ലാവരും പറയും സൈക്കി. ആ സഹനത്തിൻ്റെ മുകളിൽ കുറേ കെട്ടുപാടുണ്ടല്ലോ. ഏട്ടൻ, അച്ഛൻ, അമ്മ, മറ്റേ മാമന്മാര്, മറ്റോളെ പഠിക്കണം, ഇതൊന്നും ഇല്ലാണ്ട് ഓരോന്നും. പക്ഷെ ഇപ്പോഴെനിക്ക് പറഞ്ഞു ഓരോന്നും നമ്മളെ ലൈഫിൽ ഒന്നും അല്ല. എപ്പോഴേയും വന്ന് പോകുന്ന ആൾക്കാർ മാത്രം നമ്മൾ ഓരോ ഒരു മാസം സഹിച്ചാൽ പോരെ എന്നറിയോ. ഒരു മാസം 30 ദിവസം സഹിക്കണം. 30 ദിവസം, ഒരു ദിവസം, ഒരു മിനിറ്റ് ഒരാളെ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ കൊല്ലങ്ങൾ സഹിച്ചാലേ പറയുക ബാക്കിയൂടി അങ്ങ് സഹിച്ചേക്കുന്നത്. അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ശരിക്കും ഇനിയെങ്കിലും ഒരു ദിവസമെങ്കിലും ജീവിക്കാൻ പറ്റിയാൽ അത്രയും നല്ലതല്ലേ. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരിക്കലും സഹിച്ച് നിൽക്കേണ്ട കാര്യമില്ല. സ്വന്തം കാലിൽ നിൽക്കാനൊക്കെ കഴിവില്ലാത്തല്ലേ, അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചിട്ടില്ലെങ്കിലും നമുക്ക് സ്വന്തം കാലിൽ ജീവിക്കേണ്ടതൊക്കെ ഇപ്പോഴത്തെ കാലത്തുണ്ട്. എങ്ങനെയും ജീവിക്കാം. ഞാനൊക്കെ എൻ്റെ ലൈഫിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എനിക്ക് ഒന്നുമില്ല. ഞാൻ എങ്ങനെ ജീവിക്കാനൊരു ഐഡിയ പോലുമില്ല. ഞാൻ ജോലി BEd ഒക്കെ കഴിഞ്ഞതാണ്. പക്ഷെ എന്നാൽ പോലും എൻ്റെ കയ്യിൽ ജോലിയൊന്നുമില്ല. എന്നിട്ടും ഞാൻ ഇറങ്ങി വന്ന് നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. സഹീഷറിൻ്റെ അടുത്ത് എത്തുന്നവരെ ഞാൻ നന്നായിട്ട് ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടിയിട്ട് ഞാൻ സഹിച്ചൊക്കെ നിന്നിട്ടുണ്ട്. അപ്പോഴും ഞാൻ വിചാരിച്ചെന്താ എൻ്റെ മോളെ ഞാൻ എവിടെയും നിർത്തിയിട്ടെങ്കിലും ഞാൻ ജോലിക്ക് പോകും. എന്ത് ജോലിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ എല്ലാ ജോലിക്കും പോയിട്ടുണ്ട്. അപ്പം ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് നമുക്ക് ജീവിക്കാൻ നമുക്ക് ഇഷ്ടംപോലെ വഴിയുണ്ട്. ആരും ഇങ്ങനെ സഹിച്ചിട്ട് ഒരാൾ അടിയും ചീത്തയെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടി നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, അതിനെ പറ്റിയേ ബോധമിടാവേണ്ട കാര്യമില്ല. അടിപൊളിയായിട്ട് ജീവിക്കാൻ ഒരു പാർട്ണർ കിട്ടി. എല്ലാവരും ഒരേപോലെയൊന്നല്ല. അതിപ്പോൾ നമ്മളെ ലൈഫാണ് ഏറ്റവും വലിയ തെളിവ്. എല്ലാവരും ഒരേപോലെയല്ല എന്നുള്ളത്. അങ്ങനെയും കൂടി കിട്ടുകയാണെങ്കിൽ ഓക്കെ. നമ്മളെ മക്കളോട് ചേർത്ത് പിടിക്കാൻ പറ്റിയെങ്കിൽ ചേർത്ത് പിടിച്ച് ജീവിക്കാം. ഒരുപാട് സ്ത്രീകൾ സഫർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരുപാട്. ഇത്രയും ഫേസസിലൂടെ പ്രത്യേകിച്ച് കടന്നു വന്നു ചിലപ്പോൾ ഓഡിയൻസിന് അറിയാത്തത് ഇരിക്കുകയാണ്. ചിലപ്പോഴും മോശമായിട്ടുള്ള കമന്റ്സുകളും കമ്പാരിസൺ ഒക്കെ വരുന്നത്. ഇപ്പൊ നമ്മുടെ ദൈവത്തിന്റെ മാലാഖ എന്നാണല്ലോ സിസ്റ്റർ പറയണേ. ഇപ്പം വാർത്തകളിലൂടെ ആയാലും ചുറ്റുപാടിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇവരുടെ ഫാമിലിയിലേക്ക് വരുമ്പോഴായിരിക്കും കുറച്ചും കൂടെ അധികമായിട്ട് ക്ലോസ് ആയിട്ട് ലിനി സിസ്റ്ററെ കുറിച്ച് കേൾക്കുന്നത്. ഇവരുടെ ഫാമിലിയിലേക്ക് വന്നതിന് ശേഷം ലിനി സിസ്റ്ററെ കുറിച്ച് മനസ്സിലാക്കിയത് എങ്ങനെയാ? എനിക്ക് സജീഷ് ഏട്ടൻ പറഞ്ഞിട്ടുള്ള അറിവാണ് കൂടുതലായിട്ട് കിട്ടിയത്. അപ്പം സിസ്റ്റർ നല്ലൊരു അമ്മയാണ്, നല്ലൊരു ഭാര്യയാണ്. സജീഷേട്ടൻ പറയുന്നത് എല്ലാ കാര്യങ്ങളും മക്കളെ കാര്യങ്ങളായിക്കോട്ടെ സജീഷേട്ടൻ്റെ കാര്യങ്ങളോട്ടെ കറക്റ്റായിട്ട് നോക്കി ചെയ്യുന്ന ഒരാളാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ജോലിയിലേക്ക് വരികയാണെങ്കിൽ ജോലിയിലും ഡെഡിക്കേറ്റഡ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് തെളിവുണ്ട്. ഇനി അതിൽ കൂടുതലൊരു തെളിവൊന്നും വേണ്ടല്ലോ. ഞാൻ എപ്പോഴും വിചാരിക്കും എനിക്ക് അതുപോലെ ആവാൻ പറ്റിയെന്നൊന്നും വരില്ല. പക്ഷെ എനിക്ക് അവര് ചെയ്യാൻ ബാക്കി വെച്ച കുറച്ച് കാര്യം ഉണ്ടാവും ലൈഫിൽ. ഇവരെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ മൈൻഡിൽ ഞാനിപ്പോൾ ഏതൊരു മുന്നിൽ ആരോടും എനിക്ക് പറയാനുള്ള വെച്ചാൽ ഒരു 18 മാക്സിമം 20 വയസ്സ് വരെ ഞാൻ എൻ്റെ കൺട്രോളിൽ ഇങ്ങനെ അവരെ കൊണ്ടുപോകും. അത് ആരെന്ത് പറഞ്ഞാലും. കാരണം എന്താ വെച്ചാൽ എന്നെ ഇനി ആരെന്ത് പറഞ്ഞാലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഇവരെ ഞാൻ എൻ്റെ മക്കളായിട്ട് തന്നെ ഒരു അടിക്കും, ചീത്ത പറയും, ഉപദേശിക്കും, പിന്നെ ഞാൻ നോക്കുകയും ചെയ്യും. പിന്നെ ഒരു 20 വയസ്സൊക്കെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു കുഞ്ഞുവിനും സിദ്ധുവിനും ദേവുവിനും ഇപ്പോൾ ഓളും ഏകദേശം 19 വയസ്സ് 20 വയസ്സ്. ഇപ്പോൾ ഞാൻ സൈഷോടൊപ്പം പറയും നമ്മളെ കൺട്രോളിലല്ല. പിന്നെ ഒരു കോലലായ ഒരു ലൈഫിലോട്ട് പോകുന്ന സമയത്ത് ഞാൻ പിടിച്ചു വെക്കൊന്നുമില്ല. അപ്പോൾ എനിക്കൊരു ആശ്വാസമാണ്. എന്താ വെച്ചാൽ ഇവർ പ്രായപൂർത്തിയായി, എനിക്ക് സ്വയം ജീവിക്കാനുള്ളൊരു ഇതായി. അപ്പോൾ അതുവരെ ഞാൻ ഇവരെ ഒരു കൺട്രോളിലൊക്കെ നല്ലോണം തന്നെ എൻ്റെ കൂടാതെ തന്നെ കൊണ്ടുപോകണം എന്നാണ് ഉള്ളൊരു ആഗ്രഹമാണ്. ഇപ്പോൾ ലിനി സിസ്റ്റർ ഇപ്പോൾ അതുപോലെ ബാക്കി വെച്ചത് ഇവർക്ക് ആ ഒരു ജീവിതമായിരിക്കും. സിസ്റ്റർക്ക് ജീവിച്ച് തീർക്കാൻ പറ്റാത്തൊരു ജീവിതം. കാരണം ഇവരെ സിസ്റ്റർ ഞാനെപ്പോഴും സജീഷേട്ടൻ പറയുന്നുണ്ട് അവരുള്ള സമയത്ത് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ സജീഷേട്ടാ ഞാൻ ചോദിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇവരെ അമ്മ എന്നുള്ള നിലയിൽ ഓരുണ്ടായിരുന്നെങ്കിൽ പക്ഷേ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്യുമോ. പക്ഷെ എനിക്കൊന്നും തോന്നിയിട്ടില്ല. കാരണം ഞാൻ ദൈവവും ഇതിൽ കൂടുതലൊന്നും ചെയ്യലില്ല. അപ്പം പിന്നെ എനിക്ക് ഇവർക്കും ഇതിൽ കൂടുതൽ ഞാനോളെ ചീത്ത പറയുന്ന പോലെ വിലയും ചീത്ത പറയും. പിന്നെ ഞാൻ നല്ല രീതിയിൽ കുറേ കാര്യം പഠിപ്പിക്കലുണ്ട്. അത് ഇവർക്ക് എന്താ പറയുക ആകെ ചീത്ത പറയുന്നുണ്ട് അതായിരിക്കും അങ്ങനെ ചെയ്യണം, എടുത്താൽ ഇങ്ങനെ ചെയ്യണം, ഒരാളോട് ഇങ്ങനെ പറയണം. കാരണം അതെന്താണെന്ന് വെച്ചാൽ നാളെ ഇവർക്ക് അമ്മ ഇല്ലാത്തതിനെ കൊണ്ട് ഇവർ ചീത്തയായി എന്ന് പറയരുത്. ഞാൻ ചീത്തയാന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഇവർ ചീത്തയായിപ്പോയി ഇവർക്ക് നിയന്ത്രിക്കാൻ ഒരാളില്ലാത്തതിനെ കൊണ്ടെന്ന് പറയുന്നത്.
അപ്പോൾ അതെനിക്ക് നിർബന്ധം. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ അത് മറ്റുള്ളവർക്ക് കാണുമ്പോൾ അത് രണ്ടാനമ്മേൻ്റെ ഇതായിട്ടൊക്കെ തോന്നിയിരിക്കും. പക്ഷെ അതൊന്നും എനിക്ക് പ്രശ്നമില്ല. എനിക്ക് എൻ്റെ മക്കൾ നന്നാവണം. അത് പറഞ്ഞു വരുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇവര് ലിനി മരിച്ചതിന് ശേഷം പലപ്പോഴും നമ്മൾ ആ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ള സമയത്ത് ഒന്നും അറിയിക്കാതെയാണ് നമ്മൾ. കാരണം ഇവരെ വിഷമിപ്പിക്കാൻ പാടില്ല. ഇവർ എന്ത് ചെയ്യുന്ന സമയത്തും അമ്മയില്ലാത്ത മക്കളാണ്, അതുകൊണ്ട് അവരൊന്നും പറയണ്ട. അപ്പോൾ നമ്മൾ ഒരു 1-2 കൊല്ലം ഇങ്ങനെ തന്നെ കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് പലപ്പോഴും തോന്നുന്നു നമുക്ക് ഈവൻ എന്ത് തെറ്റ് കണ്ടാൽ പോലും നമുക്ക് പറയാൻ പറ്റാത്തൊരു ഘട്ടത്തിലേക്ക് വന്നു. അത് ഇപ്പോൾ പ്രതിഭേനെ കല്യാണം കഴിച്ച സമയത്ത് പ്രതിഭ ശരിക്കും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആ ഒരു പ്രശ്നം. കാരണം അവരൊന്നും പല രീതിയിൽ പലതും പഠിച്ചിട്ടില്ല. ഇപ്പോൾ പ്രതിഭ പലതും ചെയ്യുന്ന സമയത്ത് അവർക്കറിയില്ല. കാരണം അവരങ്ങനെയല്ല മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അത് പ്രതിഭ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും അതിങ്ങനെ നോക്കി ഇങ്ങനെ കാണലുണ്ട്. കാരണം അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ മക്കൾക്ക് ഇന്നേത് കാര്യം ഞാൻ പലപ്പോഴും വർക്ക് ചെയ്യുന്ന അവരോടൊക്കെ പറയും, മക്കളെ ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്, നമ്മൾ ഇന്ന കാര്യം പറഞ്ഞു കൊടുക്കണം, അത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അത് മാറ്റമുണ്ട് എന്നൊക്കെ അവരിങ്ങനെ. അപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് അവരത് ആ രീതിയിൽ തന്നെ കാണും. അവരെന്നോട് ചോദിക്കും, ഇങ്ങനെയൊക്കെ ചെയ്താലേ ഞങ്ങളെ വീട്ടിൽ നിന്നെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഇപ്പോൾ നല്ല കാര്യമാണെന്നുള്ള ആൾക്കാർക്ക് അറിയാം. അപ്പം അത് ചില ആൾക്കാർക്ക് അത് മോശമാണ്. ചിലപ്പം പറയുന്ന കൂടെ തന്നെ ഏതൊരു വീഡിയോയിൽ നിങ്ങളെ മകൻ പാത്രം എടുത്ത് കൊണ്ടുപോകുന്നൊരു രംഗമുണ്ടായിരുന്നു. അപ്പം അതിന് പറഞ്ഞാൽ തന്നെ രണ്ടാനമ്മ മക്കളെ ഇതാക്കുന്നതാണ് പാത്രം എടുത്ത്. അപ്പോൾ ഞാൻ അത് പറയുന്നത് അതൊരു ശീലം വേണ്ടതാണ്. ഈവൻ എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളാണെങ്കിലും കഴിച്ച പാത്രം കഴുകുക എന്നുള്ളത് അത് ഇവിടെ എല്ലാ കാര്യവും ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. ഈവൻ ചെറുപ്പത്തിലെ ഞാൻ ഇപ്പോൾ പ്രതിഭ വരുന്നതിന് മുമ്പേ ഇവർക്കറിയാം എഴുന്നേൽക്കുന്ന സമയത്ത് കിടക്കുന്ന ബെഡ്ഷീറ്റ് മടക്കി വെക്കണം എന്നുള്ള രീതി. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ജീവിച്ച് അങ്ങനെ തന്നെ കൊണ്ടുപോകണം എന്നുള്ളൊരാഗ്രഹമാണ്. പ്രതിഭ വന്ന സമയത്ത് അതും അവളെ സൈഡിൽ നിന്നും അത് വന്നു. അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും ഭക്ഷണം കഴിച്ചാൽ പ്ലേറ്റ് കൊണ്ടുവന്നാണെങ്കിലും സ്വന്തം കാര്യം സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു ഇതുണ്ടാക്കിയെടുക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ളൊരു ഇതാണ്. അത് ഞങ്ങൾക്ക് ത്രൂ ഔട്ട് അവർ മക്കൾക്ക് ചോദിച്ചാൽ അറിയാം. എന്ത് കാര്യമാണെങ്കിൽ ഞങ്ങളത് പറയും. അത് ചിലപ്പോൾ ഒരേ കാര്യം തന്നെ ഒരു 3-4 മാസം ഇങ്ങനെ പറയേണ്ടി വരും. അവരത് ചെയ്യില്ല, കാരണം മറന്നു പോകുന്നതാണ്. പക്ഷെ നമ്മളതിന് പറഞ്ഞുകൊണ്ടിരിക്കണം. ആ പറഞ്ഞു കഴിഞ്ഞ് അവരുടെ ബ്രെയിനിൽ അതങ്ങനെ സ്റ്റോർ ആവണം. ഇത് ഞാൻ ചെയ്യേണ്ട കാര്യമാണെന്നുള്ള കാര്യം അവർക്കുണ്ടാവണം. അത് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് അത് നല്ലൊരു കാര്യം ഉണ്ടാവും. അത് പ്രതിഭേൻ്റെ സൈഡിൽ നിന്ന് ഒരുപാട് കാര്യമുണ്ട്. അത് പറഞ്ഞിട്ട് അത് അവർ തന്നെ പറയും. എന്തൊക്കെ പഠിച്ചു നിങ്ങള്? അമ്മ എന്തൊക്കെ പഠിപ്പിച്ചു സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? ഫുഡ് വെച്ചാല് പിന്നെ ആൾക്കാരോടൊക്കെ നല്ല രീതിയിൽ സംസാരിക്കാനും ബഹുമാനിക്കാനൊക്കെ അമ്മ പഠിപ്പിച്ചു. വീടും സ്വന്തം കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ നടത്താനും അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. പഠിക്കാൻ എന്തൊക്കെയാന്ന് പറഞ്ഞു കൊടുക്കും, എന്തൊക്കെയാ ചെയ്യിക്കുക. അങ്ങനൊന്നുമില്ല, പഠിക്കാനേനും അധികം അമ്മ ഞങ്ങളോട് നിൽക്കല്. എനിക്ക് LSS കിട്ടുന്നതിന് മുന്നേ അമ്മ പറയും, രാവിലെ എണീച്ച് പഠിക്കണം, പഠിച്ചാൽ അത് നേടണം, നേടിയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് സന്തോഷമുണ്ടാകുന്നത്. അങ്ങനെ എന്ന് അമ്മ പറയാനും പഠിക്കണം പഠിച്ചാൽ നമ്മൾക്ക് കിട്ടും, അങ്ങനെ തന്നെ അമ്മ പറയല്. അമ്മയുടെ ഭയങ്കര മോട്ടിവേഷൻ കൂടെയുണ്ട്. ശരിക്കും പറഞ്ഞാൽ പല വീടുകളിലും ഇത് കാണാറില്ല സത്യത്തിലും. ഈ ഒരു ക്ലാസ് എനിക്കത് ഇപ്പോഴത്തെ പാരന്റ്സ് കുറച്ചും കൂടെ മാറിയിട്ടുണ്ട്, ചെയ്യിക്കാറുണ്ട്. ഇവിടെ എല്ലാ കാര്യവും നമ്മൾ ഈവൻ ക്ലീൻ ചെയ്യുന്ന സമയത്താണെങ്കിലും മക്കളെയും കൂട്ടും. അതായത് ചെറിയ കാര്യങ്ങളും അവരത് ചെയ്യും. ഇപ്പം ഞാൻ ഏകദേശം എല്ലാം എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് അമ്മ മരണപ്പെട്ടതാണ്. അപ്പോൾ വീട്ടിലെല്ലാ കാര്യങ്ങളും ഈവൻ പാചകമൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ചെയ്തത്. അപ്പോൾ സെൽഫായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഇപ്പം ഇവർ ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മുറ്റം അടിക്കും. അതൊക്കെ അത് എൻ്റെ ഒരു ശീലമായിട്ട് ഭാഗമായിട്ടാണ്. അപ്പോൾ അത് ഞാൻ വിചാരിക്കുന്നത് ഇവരെ മനസ്സിലാക്കണം. എന്തെങ്കിലും ഇപ്പം എല്ലാ സമയത്ത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ ആറിയിട്ട് എടുത്ത് ഇപ്പോൾ അറിയിടാന്ന് പറയുമ്പോൾ തുണി അലക്കിയിട്ട്
അത് എടുത്തു കൊണ്ടുപോയി ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ അതൊന്ന് മടക്കി വെക്കാമെന്നുള്ളൊരു ശീലം ഓട്ടോമാറ്റിക് വരണം. ആ ഓട്ടോമാറ്റിക് പലപ്പോഴും ഇവരെ കഴിഞ്ഞ് മറന്നുപോയിട്ടില്ലെങ്കിൽ അവർ ഓട്ടോമാറ്റിക് എടുത്തു പോകും. അപ്പം വന്ന സമയത്ത് ഞങ്ങളിപ്പോൾ പുറത്താണെങ്കിൽ കട്ടിൽ അങ്ങനെ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് പോയി മടക്കാനുള്ളൊരു മെൻറ്റാലിറ്റി ഇന്ന് ഇവർക്കുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് നമ്മൾ അല്ലെങ്കിൽ പ്രതിഭ പറഞ്ഞു കൊടുത്തിട്ടും ആ ഒരു ശീലം അവർക്ക് ഓട്ടോമാറ്റിക് വന്നതാണ്. ഇതൊരിക്കലും ഒരു ഫോഴ്സ് ചെയ്ത് ചെയ്യുന്നില്ല, അത് ഓട്ടോമാറ്റിക് അങ്ങനെ വരുന്നത്. അത് ഞങ്ങളുടെ ലൈഫിൽ ത്രൂ ഔട്ട് നല്ല രീതിയിൽ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു ബന്ധം. ലിനി സിസ്റ്റർ അവസാനം എഴുതിയ കത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഒറ്റക്കാവരുത്, ഒരു കൂട്ട് വേണമെന്ന്. അപ്പം പിന്നീട് പ്രതിഷ്ഠിച്ച് കല്യാണം കഴിക്കുന്നത് ഇതൊരു നിയോഗമായിട്ട് തോന്നുന്നുണ്ടോ ശരിക്കും? ശരിക്കും എന്താ പറയുക, ഞാൻ ഒരുപാട് സ്വപ്നം കണ്ട ഒരു ലൈഫായിരുന്നു. ഞാൻ ലിനിയെ കല്യാണം കഴിച്ച സമയത്തും പലപ്പോഴും എനിക്ക് നേരിട്ട് തന്നെ അറിഞ്ഞിട്ടുള്ള എൻ്റെ അല്ലെങ്കിൽ ലിനിയുടെ കുടുംബത്തിലുള്ള ആൾക്കാർ പോലും എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, അതായത് ലിനിയുള്ള സമയത്ത് നിങ്ങൾ മാത്രമേ ഈ ലോകത്ത് കല്യാണം കഴിച്ചിട്ടുള്ളൂ എന്ന്. ഇപ്പോൾ ഈ എന്നെ കുറ്റം പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ലിനിയുടെ വീട്ടുകാർക്കറിയാം ഞാനും ലിനിയും എങ്ങനെയായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ലിനിയുടെ പേരൻസ് പോലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മാത്രമാണ് ലോകത്ത് കല്യാണം കഴിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എത്രമാത്രം നല്ല രീതിയിലായിരുന്നു ആ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളതെന്ന് ആൾക്കാർക്കറിയാം. അതുകൊണ്ട് തന്നെയായിരിക്കും പല ആൾക്കാർക്കും ചിലപ്പോൾ അങ്ങനെ കണ്ടിട്ടുള്ള ആൾക്കാർക്കും ഞാൻ എങ്ങനെയാ ഇത് മാറി എന്നുള്ള രീതിയിലും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ മനസ്സിൽ എന്നും എനിക്കൊരു ഫാമിലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന എന്നും എൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ മാക്സിമം ആയിരിക്കണം. അത് എന്ത് കാര്യമാണെങ്കിലും ഞാൻ അങ്ങനെയാണ് കൊടുക്കുന്നത് എൻ്റെ പാർട്ട്ണർക്ക്. ആ ഒരു സ്നേഹം ഒരിക്കലും ഇപ്പം പ്രതിഭ വന്ന സമയത്ത് എനിക്ക് ലിനിയെ മാറ്റി വെച്ചിട്ട് ലിനിക്ക് കൊടുത്ത സ്നേഹം കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ചിന്താഗതി എനിക്ക് പറ്റില്ല. കാരണം എന്നെ വിശ്വസിച്ചാണ് ലിനി വന്ന സമയത്ത് എനിക്ക് മാക്സിമം കൊടുക്കും. എൻ്റെ കയ്യിലല്ല ലിനി ഉണ്ടായിരുന്നത്, എൻ്റെ അടുത്ത് നിന്ന് എടുത്തു കൊണ്ടുപോയതും ഞാൻ കാരണമല്ല. അപ്പം അങ്ങനെ ഒരു അസുഖം വന്നു, ലിനി പോയി. പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞില്ല, ആഗ്രഹിച്ചതും അല്ലെങ്കിൽ എൻ്റെ മക്കളും കൂടെയുള്ള ഒരു കുടുംബം വേണമെന്നുള്ളത് ഈ രീതിയിൽ വേണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. അതനുസരിച്ച് തന്നെയാണ് പ്രതിഭയോട് ഞാൻ പറഞ്ഞത്, നമുക്ക് വേണ്ടത് ഇങ്ങനെ ഒരു ലൈഫാണ്, ആ ലൈഫായിട്ട് തന്നെ മുന്നോട്ട് പോകണം. അപ്പം അത് ആൾക്കാർ എന്ത് രീതി കാണുന്നുണ്ടോയെന്നില്ല എനിക്കറിയില്ല. ഞാൻ എൻ്റെ പാർട്ട്ണർക്ക് എന്താണോ കൊടുക്കേണ്ടത് അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് കൊടുക്കാൻ പറ്റിയത് തന്നെയാണ് പ്രതിഭയ്ക്ക് ഇങ്ങനെ ഒരു തിരിച്ച് എൻ്റെ മക്കൾക്കും കൊടുക്കാൻ പറ്റുന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ വിചാരിക്കും ഇപ്പം ഇത്ര ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ലൈഫ് പോകുമ്പോഴേ, ഇപ്പം യൂട്യൂബ് ഒരു പാർട്ടാണെന്ന് പറയുമ്പോഴും പല സമയത്തും യൂട്യൂബിൻ്റെ അടിയിൽ വരുന്ന കമൻസ് വളരെ മോശമായിട്ട് അത് നിങ്ങളെങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ നിങ്ങളിത് വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു വ്ളോഗിൽ എന്ന് പറയുന്നത് ഒരു മണിക്കൂർ ഷൂട്ട് ചെയ്തതിന് തന്നെ അതിൽ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ചെറിയ ഭാഗമായിരിക്കും കാണിക്കുന്നുണ്ടാവാം. അത് വെച്ച് ജഡ്ജ് ചെയ്ത് കമൻസ് വരുമ്പം ഫാമിലിയിൽ നിൽക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ബാധിക്കുന്നു ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ കമൻസ്, അതിപ്പോൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് വ്ളോഗ് ചെയ്യുമ്പോഴും അത് നിങ്ങൾ എങ്ങനെയാണ് എടുക്കുക? അത് ആക്ച്വലി ആ തുടക്കത്തിൽ ഇതേപോലെ തന്നെ നെഗറ്റീവ്സ് കമൻസ് വരുന്ന സമയത്ത് ശരിക്കും ഒരു എൻ്റെ സൈഡിൽ എനിക്കിത് മുമ്പേ അറിയായിരുന്നു. എനിക്ക് ജോലി കിട്ടിയ ശേഷവും ത്രൂ ഔട്ട് ഫേസ്ബുക്കിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് കല്യാണം എന്ന് തീരുമാനിച്ച സമയത്ത് എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമൻസ് വന്ന സമയത്ത് ഞാനിത് അനുഭവിച്ചതാണ്. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് ആൾക്കാർ സംസാരിക്കുന്ന കാര്യമൊക്കെ. അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് കുറേ കാലം കഴിഞ്ഞ സമയത്ത് പ്രതിഭയ്ക്ക് വലിയൊരു ഇതായിരുന്നു. ഇങ്ങനെ നെഗറ്റീവ് കമൻസ് വരുന്ന സമയത്ത് നമ്മളിതിന് ഇവിടെ വെച്ച് നിർത്താം, അല്ലെങ്കിൽ നമുക്കിതിന് എങ്ങനെയാണ്, എത്ര ആൾക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെങ്ങനെയാണ്, ഞാൻ രണ്ടാം അമ്മയാണ് അല്ലെങ്കിൽ ഞാൻ രണ്ടാം ഭാര്യയാണെന്നുള്ളത് ഒരിക്കലും ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് ഒരിക്കലും വന്നിട്ടുണ്ടായിരുന്നു. പല ആൾക്കാരും നെഗറ്റീവ് കമൻസും ഇതൊക്കെ വന്നു. പക്ഷേ അന്നും ഞാൻ പ്രതിഭയോട് പറഞ്ഞത് നമ്മളായിട്ട് ജീവിക്കുക. ഈ പറയുന്ന ആൾക്കാരൊന്നുമല്ല ഈ മക്കളെ നോക്കാനും അല്ലെങ്കിൽ നമ്മളെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ വേറെ ആരുമില്ല, നമ്മൾ തന്നെയാണ് ഇതിൽ ചെയ്യുക. പിന്നീട് കമൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ പല കമൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യും എല്ലാ രീതിയിലും. ആ കമൻസ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ കുറേ കാലം വായിക്കാറില്ല കമൻസ്. നമ്മളെ കാര്യം ഇടുക, അതിൽ സന്തോഷമുള്ള ആൾക്കാർക്ക് കാണാം, അല്ലെങ്കിൽ നെഗറ്റീവുള്ള ആൾക്കാർക്ക് അത് താഴെ എഴുതാം. നമ്മൾ ആ കമൻസേ ചിന്തിക്കാത്തൊരു രീതിയിലേക്ക് പോയി. പിന്നെ നമ്മളിതിൽ നിന്ന് മാറി അതായത് ഈ വീഡിയോ ചെയ്യുന്നതും അതേപോലെ ഈ ആൾക്കാർ നമ്മളെ തിരിച്ചറിയുന്നതും, നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളോട് കാണിക്കുന്ന മനോഭാവം, നിങ്ങളിലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതി ഞങ്ങൾക്ക് മനസ്സിലായ ശേഷം നിങ്ങൾ എല്ലാ കമൻസും നോക്കാറുണ്ട്. നല്ല നല്ല കമൻസ് നമ്മൾ റിപ്ലൈയും കൊടുക്കാറുണ്ട്. നെഗറ്റീവ് കമൻസിന് ഇപ്പം ഞങ്ങൾ റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല.
ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെ ഇതിന് താഴെ comment റിപ്ലൈ കൊടുക്കുന്ന ആൾക്കാർ. അപ്പോൾ അതൊക്കെ കണ്ട സമയത്ത് നമ്മൾ കൂടെ നിൽക്കാനും ആളുണ്ട് എന്നുള്ളൊരു ബോധ്യം വന്നു. അപ്പം അതിനുശേഷമാണ് പിന്നെയും ആ ഒരു ത്രൂ ഔട്ട് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ആത്മവിശ്വാസം വന്നത്. ശരി.